ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ഗൈസ്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ ഡോറിൻ്റെ ബീഡിങ് പോയിരിക്കുകയാണ്. അതായത് അപ്പോഴത്തേക്ക് അതിൽ വെള്ളവും കാര്യങ്ങളെല്ലാം ലീക്കാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അത് മാറുന്ന ചെറിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് ഇടാൻ പോകുന്നത്. അത് കാണിച്ചു തരാം. ഇതാണ് ആ സാധനം. ഈ സാധനമാണ് നമുക്ക് മാറാം. നമ്മൾ ചെറുക്കൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ഇങ്ങനെ ഉരിഞ്ഞ് ഇളക്കണം. ഈസിയാണ്, ഈസി. DC കരങ്ങലുള്ള എനിക്കറിയാം. പയ്യണ്ണ സാധനമില്ല അതിൻ്റെ അകത്തിരിക്കണ്. ഇതെങ്ങനെ ഇളക്കും? സാധനം ഉണ്ടാകും പൊങ്കി ഇണക്കത്തെ അതൊക്കെ ഇളക്കും. ഇതാണ് പോയത്. വളരെയധികം ഡാമേജ് ആൻഡ് ശാന്തിയോ. ഇതിൻ്റെ അപ്പുറത്തോടെ എടുക്കും ഇളക്കാണ്. നിങ്ങൾ പിടി. എനിക്ക് ഇഷ്ടപ്പെട്ട് ഇളക്കാൻ. എനിക്ക് നിനക്ക് ഇളക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. കംപ്ലീറ്റ് പോയേട്ടാ. ഇത് അമ്മക്ക് വയ്ക്കാൻ നല്ല വെള്ളമായിരുന്നു. അതിൻ്റെ അടുത്ത് പറഞ്ഞു ഇല പൊക്കി പിടിച്ചോണ്ട് കേട്ടോ. ഓരോ ദിവസം ഓരോ പണികളാണ്. എന്താ ചെയ്യും പോകുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇളക്കാത്ത. കാരണം മറ്റേ ക്ലിപ്പ് പുതിയത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പം ഇതിനെങ്കിലും എടുത്തിടാം. ഞാനാണ് വലിച്ചു പിടിക്കുന്നത്. വെള്ളമുണ്ട്, വെള്ളം. മനം കുഞ്ഞോളം അങ്ങനെ ആദ്യത്തെ വണ്ടിയിൽ നിക്കർ വള്ളി ഇളക്കിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അങ്ങനെ ഇളകി വരുമല്ലോ. അത് മറ്റേ ഇത് ഇളക്കിയാലേ വരുമോ? സ്റ്റേ ഇളക്കിയാലേ വരും. ടൂൾസ് പറഞ്ഞു എന്തിനാ അന്നെ വിളിച്ചിട്ട്? എന്തിനാ? ടയർ വെക്കാനാ? പേടുണ്ട്. ഞാൻ നോക്കി. പക്ഷേ ഗ്രീസില്ല. അത് കാല് വരണ്ട, അത് കുഴപ്പമൊന്നുമില്ല. അത് സർവീസ് ചെയ്യുന്ന സമയത്ത് ചെയ്യണം. ഓയിൽ മാറുന്ന സമയത്ത് നമ്മൾ എല്ലാവിടെ പണിയാണ്. അതൊക്കെ വണ്ടി ഇരിക്കില്ല. ഗ്രീസ് കാണും, പക്ഷെ കുറവായിരിക്കും. നമ്മൾ അതിസാഹസമായിട്ട് അതെല്ലാം വലിച്ചിളക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഇതൊക്കെ ഗൈസ്, ഇതാണ് നമ്മൾ മേടിച്ച സാധനം. ഇത് നമ്മൾ സംഭവത്തിൻ്റെ അകത്തൂടെ ഇങ്ങനെ പോകണം. ക്യാമറ ഉരിഞ്ഞിളക്കണം. പറയണ വീഡിയോ അങ്ങ് എടുത്താൽ മതി, അല്ലെങ്കിൽ സംസാരവും വേണ്ട. കണ്ട അവൻ്റെ അഹങ്കാരം കണ്ട. എൻ്റെ കൂടെ നടന്ന് കുറച്ച് പണി പഠിച്ചപ്പോഴത്തേക്ക് അവൻ്റെ അഹങ്കാരം കണ്ട. ഒരു നെറ്റ് പോലെ ഇളക്കാൻ അറിഞ്ഞുകൂടാത്തവനായിരുന്നു. ഇപ്പം വലിച്ച് തെളിക്കാണ്. രാവിലെ ഞാൻ കുളിച്ചൊരുക്കി വന്നാൽ ഞാൻ ടയറും പഞ്ചറായി. അതും ഇളക്കിപ്പിച്ച് വിയർത്ത് കുളിച്ച് ഞാൻ ഇനി വീട്ടിൽ പോയി ഒന്നും കൂടെ കുളിക്കണം. അങ്ങനെ കുളി കറക്റ്റ് നടക്കൂല തന്നെ. വണ്ടി കൈ വെച്ച് അപ്പം കുളിക്കണം. വണ്ടി പാൻ്റൊക്കെ ഇട്ടുകൊണ്ട് വരണോണ്ട. ഓയിലാണ് വേണ്ടത്. നീ കൂളൻ്റ് എടുത്തിട്ട് ഓയിൽ മേടിക്കും. എടാ ഓയിലേ സംഭവം അടിച്ചിട്ട് എടുക്കാൻ പറ്റും. ഇത് 2.5 മൂന്നാണ്ടാണ് തോന്നുന്നു. മറ്റിൽ അങ്ങേരൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ? അതാണ് ഇളകി. എല്ലായിടത്തും ഉണ്ട്. കാച്ച നിൻ്റെ ഉണ്ട്. അതൊരെണ്ണം ഉണ്ടാക്കളിയാ. പൊട്ടിയാണ് അതോല് ബാക്കി. വണ്ടിയുടെ സെൻസറൊക്കെ ഇളക്കി കളഞ്ഞു. അത് സെൻസറാണെന്ന് വണ്ടിയില്ല. എന്നാ ഇത് ടൂളുണ്ട. ഓക്കെ, എന്നാ കളയണ. ഇങ്ങനെയാണ് വെക്കാനുള്ള ഒരു പിടിയില്ലെന്ന്. മനുപ്പ ജീപ്പിലാണ്, അതാണ് പ്രശ്നം. സത്യം. ഈ സാധനം ഇളക്കണം. 10 ഈ 10 അല്ല, ഈ കുറ്റി അടിച്ച് പൊക്കി ഇളക്കണം. പിന്നെ ഈ സാധനം അങ്ങോട്ട് 10 ഇളക്കണില്ലേ എളുപ്പം? ഏത് 10? 2 10 ഡോറിന്റെ അവിടെ. അതിളക്കണ ഡോർപ്പേളാക്കിയത് പൊളിക്കണം. പിന്നെ അതിളക്ക് എനിക്കറിയൂടാ സാധനം ഇളക്കാം. നിങ്ങൾ വേച്ച് കൊടുക്കല്ലേ? പുതിയ പാൻറ്റാണ്. നീ കയ്യിൽ എടുത്തോണ്ട് പണിഞ്ഞാൽ പോരെ. പുതിയ പാൻറ് ഇട്ടുകൊണ്ട് പണി എന്തായിരുന്നു?
800 രൂപ. ആ അത് രസം. എടേ മാരുതി എന്നോട് കൊടുത്തിട്ട് സ്വിഫ്റ്റ് എടുക്കാം. സംഭവം സെറ്റ് ആണ്. ഇത് സ്വിഫ്റ്റാ. നീ ആ വണ്ടി ഇറക്കി ഓടിച്ചു കൊടുക്കും. സ്വിഫ്റ്റ് ഞാൻ ഓടിച്ചിട്ടില്ല. നമുക്ക് ഓടി. നമുക്ക് ഓടിച്ചാലോ? ഇത് ഓടിക്കാൻ തരുമോ? നീ എടുത്തു. സംഭവം വണ്ടി ഇത് ഇറക്കണം. അത് പോകുമ്പോ ഇത് പണി ചെയ്യ്. നമ്മ കല്യാണം ഞാൻ അന്ന് ഓടിച്ചു. 7000 പേർക്കുള്ള ഫുഡാണ്. വരണ എവിടെയാടാ? റോയൽ. എത്ര മണിക്ക്? ഇപ്പൊ 12 മണിയായി, തീരാറായി കാണും. പെട്ടെന്ന് ഇട്ടാ പെട്ടെന്ന് പോവാം. അതിന് പറയണ്ടേ, വലിച്ചിളക്ക അപ്പുറത്തുനിന്ന്. അതൊക്കെ ഇളക്കി ഇനി ഇട്ടാ മതി. 1 മണിക്ക് കല്യാണം തീരൂലേ? ഇപ്പൊ എത്ര മണിയായി? 12:30 അവിടെ എത്തണം. ഓ ഞാൻ വർക്കിലുള്ള ടയർ പഞ്ചറായി പോടാളി, അതാണ് ആകെ പ്രശ്നം. പ്രശ്നം. അല്ലെങ്കിൽ കുഴപ്പമില്ല. ടയർ ഇളക്കി നോക്കിയപ്പോ അതിന്റെ അകത്ത് മൊത്തം തുരും. ഒരു കാര്യം ചെയ്യാം, ഇളക്കണം മാറ്റണം പിന്നെ മാറ്റാം. കല്യാണത്തിന് പോയിട്ട് വരാം. സത്യം പോയിട്ട് വരാം. പിന്നെ എങ്ങനെ പോകും? ഈ ഡ്രസ്സിൽ പോകും. നിനക്ക് എൻ്റെ ഒരു പഴയ ഉടുപ്പ് തരാം. അല്ല അവൻ്റെ അടുത്ത് പൊതിഞ്ഞെടുക്കാൻ പറയടാ ചാക്കില്. അല്ലടാ അവന് നീ ശനിയാഴ്ച വരാത്ത ആ ചെറുക്കാനും മുണ്ടിയാക്കി, അവനും വന്നില്ല. ഇന്നലെ ഉള്ള പീസും കൊടുത്തിട്ട് ഇന്നലെ പോയില്ല. രാത്രി ഞാൻ ഒരു ഫോക്സ് വാങ്ങാൻ പോളവർ അടിയിൽ കിടന്ന് അപ്പൊ കട തുടങ്ങിയില്ലേടിയാ. പിള്ളേരൊക്കെ ഇഷ്ടം പോലെ വരുന്നു. ഞാൻ രാവിലെ ഇറക്കണം. നമ്മളെ വീഡിയോ കാണാത്തോണ്ടല്ലേ, അത് ബംഗാളി ബാബുവിന്റെ അടിച്ചത്. 2 ആഴ്ച എടുത്ത് അടിക്കാൻ. ഇതാണ് ഗൈസ് നമ്മൾ മേടിച്ച സാധനം. അല്ല ഇതിന്റെ വില എത്രയാടാ? ഇതിന്റെ വില കുറച്ച് പറയണം, അവിടെ വണ്ടിയുടെ ശബ്ദം ഉള്ളതുകൊണ്ട് ഗൈസ് കേൾക്കാൻ പറ്റില്ല. നമ്മളെ മയക്ക് കംപ്ലൈന്റ് ആയി. ഇത് ഫ്രണ്ടിലാണോ ബാക്കിലുള്ളതാണോ? അങ്ങനെയൊന്നുമില്ല, എവിടെ വേണം എവിടെ. അങ്ങനെ ചോദിച്ചാൽ അറിഞ്ഞൂടാ. ഇത് 565 രൂപ. രണ്ടും ഒരേ വില തന്നെ. ഇത് 565 രൂപ. അപ്പൊ ബാക്കും കൂടെ 1900 രൂപ ആവും. കുറച്ച് തന്നില്ലേ? 1170. അത്രയായി ഗൈസ്. ഇനി നമുക്ക് വണ്ടിയുടെ അടുത്ത പരിപാടി ടോപ്പ് കട്ട് ചെയ്തിട്ട്, അതായത് എന്താടാ നല്ല പേര്, സൺറൂഫ്. മനു ടോപ്പ് കട്ട് ചെയ്തിട്ട് സൺറൂഫ് വയ്ക്കാൻ പറ്റുമോടാ? ഒരു സ്കോഡ സ്ലാവിയുടെ സംഭവപ്പെടുത്ത അടിപൊളി അത് ഇതിൽ വെച്ചിരുന്ന ഫുള്ള് സെറ്റ് ആയിട്ട് തല എഴുതിയത്. പക്ഷെ സൺറൂഫ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം കയറി. ഒരു പയ്യൻ കുട പിടിച്ചിരുന്നാണ് വണ്ടി ഓട്ടിക്കുന്നത്. അത് അറിഞ്ഞൂടാത്ത ഇപ്പൊ തന്നെ ഇതിൻ്റെ അകത്ത് വെള്ളം. നിന്റെ കല്യാണത്തിന് വന്നതിന് ശേഷം ടയറിൻ്റെ അകത്ത് വെള്ളം കയറിയത്. ആ വെള്ളം കെട്ടിക്കിട പോയത് തുരുമ്പടാ. അങ്ങേര് ട്യൂബ് ഇളക്കിയിട്ട ഭയങ്കര പറയുന്നു മൊത്തം തുരുമ്പ്. RH അതിന്റെ NH. ഓ ഇത് ഫ്രണ്ട് റബ്ബർ ഫ്രണ്ട്. ഇത് റിയർ അല്ലേ? ഇത് റിയർ. അത് ഫ്രണ്ട്. അൺബോക്സ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ആസാമിലെ കോരവരങ്ങളിൽ നിന്നും വെട്ടിയെടുത്ത് കൊണ്ടുവന്ന റബ്ബർ കണക്ക്. ഇത് അതിൻ്റെ ലോറിയില് ഇത്രയും വലിയ. ഓ ഇപ്പം അങ്ങനെ മറ്റേ 4 കവറല്ലേ ആയിരുന്നു, 1 കവർ. അതൊക്കെ കണ്ടുപിടി. ആ സെൻസറാണ്. ഇനി ഡോർ അടയ്ക്കുമ്പം വണ്ടിയോ നമ്മളോ അറിയില്ല. അതിൻ്റെ അകത്ത് ക്ലിപ്പ് പോയതാണ്. ക്ലിപ്പ് പോയതാണ്. 4 ഡോർ പേഡ് മേടിച്ചതേടാ. വണ്ടിയിലൊന്നും മാറ്റാൻ വേണ്ടി കാണാം. അതല്ല അടുത്ത വർഷം ടെസ്റ്റ് ആണ്. എല്ലാം പൊളിക്കണം വിളിയോ. എല്ലാം എന്തായാലും മാറണം. ഇനിയിപ്പോ അതിന്റെ ഡിഫ്യൂസർ ഇളക്കി മാറ്റണം. ബാൽവട്രോണി ഇളക്കി മാറ്റണം. എല്ലാം ഇളക്കി മാറ്റണം. ബാൽവട്രോണി ഇത് എളുപ്പമായിരുന്നില്ലേ ഇത്രയും? ഞാൻ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ ഇവൻ പറഞ്ഞ് മനുവിനെ വിശ്വാസമുള്ളെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. കണ്ട ഇപ്പൊ അങ്ങനെ ഇനി ഈ വണ്ടി ഞാൻ പണിയൂലടാ. ഇത് രാവിലെ കൊണ്ട് പഞ്ചറായ വണ്ടിയും കൊണ്ട് വന്നേക്കണേ വീട്ടില്. എന്നിട്ട് ആ കയറോ പോവാന്ന്. വണ്ടി തറയിൽ കിടന്ന് ഒരേണ്. ഞാൻ നോക്കിയപ്പോ ഈ സാധനം. എന്നിട്ട് അവര് ടയർ പോലെ ഇളക്കാൻ അറിഞ്ഞൂടാ. എന്നിട്ട് ഞാൻ ഇട്ട് എടുത്തിട്ട് അവരുടെ വായിരിക്കണ കേൾക്കണം. ഇത് 2 ദിവസം കഴിഞ്ഞ് ഡോർ അടയ്ക്കുമ്പോൾ ഇത് മുറിഞ്ഞു പോകും. ഇത് 1000 രൂപയുടെ സാധനമാണ്. ഞാൻ ആലോചിച്ച് നോക്കിയാണ്ട. നീ എന്തൊരു ചെയ്യണം? അവ ഇടും. അത് കറക്റ്റ് ഇട്ടില്ലെങ്കിൽ അടയൂല. പക്ഷെ പേരാർത്ഥം തലയിൽ കയറി. പ്രേരാർത്ഥം
അങ്ങനെയല്ല, അത് കുത്തി കയറ്റല്ലേ. അങ്ങനല്ലേ? നീ എന്തൊരു ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് ഇത് കളിച്ച കളിയല്ലേ ഇത്. ദൂരം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഡോറടയില്ല. ഇത് കഴിഞ്ഞ ഉടനെ പോയി ഡ്രസ്സ് മാറി പോകാൻ കേട്ടോ. മനു കാറെടുത്തോണ്ട് വരാം, ആ കാറിൽ പോവാ. ആ എണ്ണ ഇല്ലെന്നേ ഉള്ളു അല്ലടാളിയാ. മനു നിന്റെ പ്രോട്ടീൻ വേണ്ടേ? നിങ്ങളൊന്ന് പ്രോട്ടീൻ അവസ്ഥയാണ്. സത്യം. അതിനെക്കാട്ടി അവൻ ഇവിടെ നിന്ന് ബീഫ് മേടിച്ച് ഇന്നിട്ട് തടിയെങ്കിലും വെച്ചായിരിക്കും. ആരാ അവനെ പറ്റിക്കണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂട്ടുകാരനെ ചേട്ടനുണ്ട്, മുല്ലപ്പൂ എന്നാണ് പേര്. അവൻ്റെ അടുത്ത് സൈസ് ഇല്ല. എടാ പഠിക്കുന്ന മുലക്കൊരു സൈസാ കേട്ടോ. 15 കൊല്ലം ഇതുവരെ അവർക്ക് മൊത്തം 35 വയസ്സായി. വേറെ എൻ്റെ ഒരു അനിയുണ്ട്, അവന് മസിൽ വേണം. അവൻ എന്ത് വേണം ചെയ്യാൻ തരാം, പക്ഷെ ആഹാരം കഴിക്കില്ല. അവന് മസിൽ രാഗിയിൽ ഇവന്റെ കൂടെ പറഞ്ഞവർക്ക് അർത്ഥമായി കോമഡി കേസാണ്. അവനെല്ലാത്തിനും സപ്പോർട്ട് കൊടുക്കണോടാ. വയറിന് കളിക്കണ സപ്പോർട്ട് കൊടുക്കാൻ. 5ന്റെ സംബന്ധിച്ച് അതിന് സപ്പോർട്ട് കൊടുക്കണം. അവന്റെ വർക്കൗട്ട് ശരിയാവുന്നില്ല, അതാണ് പ്രശ്നം. അവൻ പൈസയുള്ള ടീമല്ലേ അളിയാ. പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ബുദ്ധിയില്ല, വിവരമില്ല. അവൻ തിന്നേം പറയുന്നത്. ഇത് ടെയിലൊക്കെ ഇട്ടാടാ അളിയാ വീട്ടിൽ. എത്ര എല്ലാം കൂടെ 70,000 രൂപയ്ക്ക് കൊടുത്തായി. അത്ര ആകോളെന്നാ. 70,000 രൂപയ്ക്ക് ചില്ലറയല്ലേ. നീ ഇത് പണിയെത്തുന്നത് സോപാനം. അതിവിടെ വളരെ വലിയ ക്യാമറ. അത് ഭയങ്കര വ്ളോഗ് ആയിരിക്കണം അന്ന് മനു. അത് ഡോറ് എൻ്റെ ആണ്. ഡോറ് എൻ്റെ ആണ്. ഇപ്പം ശരിയാക്കുന്നത്. അപ്പൂപ്പൻ്റെ മസിൽ നോക്കടാ. പൈസ ഉണ്ടോ? വെള്ളം കയറൂല അവനെ. പിന്നെ കടലിൽ കൊണ്ട് മുക്കിയാലും വെള്ളം കയറൂല. അങ്ങനത്തെ രീതിയാകണം. പണ്ടവര് വീൽ കപ്പ് വളച്ചതാണ് ഒടിഞ്ഞ് കയ്യിൽ വന്നു. അമ്മല് ഞാൻ ഒരു കടയിൽ കയറി വീൽ കപ്പിന്റെ വില വെച്ചിട്ട് അങ്ങനെ പറഞ്ഞ് കിടില സാധനമാണ്, ക്വാളിറ്റി. അതുപോലെ ഒറ്റ ഓടി ആ വീഡിയോ നീ കണ്ടില്ലേ? ചിരിച്ചു താവും. നമുക്ക് എത്ര കേ അടിച്ചു ആ വീഡിയോക്ക്. അവന്റെ അറിയാവുന്ന കൂട്ടുകാരായിട്ട് ചെള്ളയിൽ അടി കിട്ടിയില്ല. ഞാൻ മനീഷിനെ അടിച്ചു കൊടുത്തു. മനീഷ് ചിരി. സൗണ്ട് മാറിയില്ല, ക്വാളിറ്റി സൗണ്ട് ആയിപ്പോ. ഇവിടെ അപ്പുറത്തേക്കണം. ഇത് നമ്മൾ മെയിനായിട്ട് വെക്കാൻ കാര്യം എന്താണെന്ന് അറിയാമോടാ? യാസിയുടെ തണുപ്പേ വെളിയിൽ പോകും. ഓ, വർഷാപ്പ് തുടങ്ങാൻ പറ്റിയ നല്ല സൈറ്റാണല്ലോ ഇതല്ലേ. നല്ല സ്ഥലം. അത് ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, കാടല്ലേ ഇരുന്ന. പക്ഷെ കൊള്ളാം. ഒരു 4-5 വണ്ടി കയറ്റിട്ട് പണിയുള്ളതുണ്ടോ അവിടെ? അടുത്ത കാശ് നമ്മൾ റൈറ്റ് ഡോറിൻ്റെ നമ്മൾ ശരിയാക്കിയെടുത്ത് നമ്മൾ ലെഫ്റ്റിലേക്ക് വന്നിരിക്കുകയാണ്. വേണ്ട, ഇത് രാത്രി തിളങ്ങും. കാറ്റ് പോകണം എടാ ടയറിൻ്റെ. എടാ ഇവൻ്റെ ടയറ് ട്യൂബ് ഇളക്കിയിട്ട് കാറ്റടിച്ചപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ട്യൂബിൻ്റെ. ഓ, ട്യൂബ് കംപ്ലൈൻ്റ് ആയി. ട്യൂബിൻ്റെ വില വെച്ചപ്പോൾ അതായിരിക്കും അവിടെ എടുക്കാട്ടിരുന്നിട്ട് ടച്ചപ്പ് ചെയ്താൽ മതി. അന്ന് പെയിന്റ് അടിക്കാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ്. മനു എല്ലാം കുത്തി ഇളക്കിയത് ഓർമ്മയാണ്. ഡോറിൻ്റെ സൈഡിലെ മനു സെൻട്രലോ. ഓരോരോ രോമങ്ങൾ പറിച്ചെറിയവേ മനു. ഇതൊക്കെ വെച്ച് തരുമ്പോൾ ബിരിയാണി വരും.
അതേ ഉള്ളൊരു അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുത്തെ ഓരോരോ സാധനങ്ങൾ പറിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ബേക്കിലത്തെ നമ്മൾ പൊട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം എല്ലാ പണിയും ഞാനാണ് ചെയ്യുന്നത്. അതെ അതെ, മനുവിനിപ്പോൾ തന്നെ 10,000 കൊടുക്കാണ്ട്. വേറെ കിടക്കും ഇവിടെ എല്ലാം പറിച്ചിട്ടുണ്ടല്ലേ, ഇട്ടാ മതി. കല്യാണത്തിന് പോയ തിടുക്കത്തിൽ നമ്മളെല്ലാം പറിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഷട്ടപ്പെട്ടാന്നാവട്ടെ. ഇനി നമുക്കൊരു കാര്യം ചെയ്യലടാ, ഇപ്പോൾ ഇവിടെ എങ്ങനെയല്ലേ ഇതൊക്കെ ഞാനാണ് വെച്ച കായ്സ്. നീ എന്തൊരു ചെയ്യണ എവിടെ ഇളവി കളിയാ മനു? ഇനി ഗായ്സ് ഡോർ നമ്മൾ തുറന്നിട്ട് അടച്ചു നോക്കാം. ഓ എന്താ സുഖം. ഇതല്ല ശബ്ദത്തിൻ്റെതല്ല, വെള്ളം കയറാതിരുന്നാൽ പിന്നെ ഡോറൊക്കെ ശബ്ദം കേൾക്കും. അതല്ലടാ, അവിടെ പിടിക്കാനളിയാ, മൽഗാടിയിൽ പിടിക്കാനളിയാ. വേണ്ടാ, അതങ്ങ് ബെൻഡാണ്ട്, അത് ചെറിയ ഇതാക്കിയതാടാ. അതവ ശരിയാക്കി തരും. ഇത് അന്ന് നീ എന്താ വരച്ചല്ലേ? അപ്പോൾ അതൊക്കെ ശരിയായിരിക്കുകയാണ് ഗൈസ്. ഇനി ഒരു ഡോർ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരെ പെട്ടെന്നോ കല്യാണം. രണ്ടാടിനെ നിർത്തി പൊരിച്ചതാണ്. ഇല്ല അതിങ്ങനെ കാണൂലേ 12:30 കല്യാണം. ഈ അവന്മാരെ കല്യാണം ഇങ്ങനെയൊക്കെ തന്നെ. ഇവിടെ എടുത്ത് കളഞ്ഞിട്ട് കറക്റ്റ് ആവൂല. വേണ്ട, കറക്റ്റ് ആവൂല. ഇല്ല ഞാൻ ഇട്ട് തരാം. എന്തരടാ വില ഇതിനൊക്കെ? എന്ത് പറ്റിയെന്ന്? 3 സെറ്റായി. എന്നിട്ട് അവൻ പറയണത് ഇത് കറക്റ്റ് ആവണല്ലോ. ഇങ്ങനെയൊന്നും അല്ലടാ. മനു ഇവിടെ നിന്ന് ടീയൊക്കെ എടുത്തോണ്ട് വന്നു, മോട്ടിച്ചോണ്ട് വന്നു. അവിടെ പണിയാ ആയുധങ്ങളുണ്ട്. ഞാൻ പെട്ടെന്ന് പറയാം, വീട്ടിൽ പോയി ഡ്രസ്സ് ഇട്ടായി. എനിക്ക് ഡ്രസ്സ് ഇട്ടായി. എൻ്റെ ബൈക്ക് എടുക്കുന്നു. നിങ്ങൾ തന്നെ ബൈക്കിലാണോ? ഞാനല്ല, നിങ്ങൾ പോയിട്ട് കല്യാണം വിളിച്ചില്ലെന്നാ. കല്യാണം തീരുന്നു. കല്യാണം തീരുന്നില്ല, തീർന്നേ കൊല്ല അടക്കുന്നു. തീർന്നു കഴിഞ്ഞാൽ നമുക്ക് മന്തി മേടിക്കാം നിന്റെ ചെലവിൽ. പയ്യന്മാരൊന്നും ചെലവുണ്ട്, മന്തി വാങ്ങിച്ചു തരാൻ. ആര് എവിടാ? എവിടെയാണ് വെടിക്കെട്ട് വിഷ്ണുടാ? നേരത്തെ വരുന്നെങ്കിൽ ഒരു കൈ വാക്കിയാനേ മനു. 2 മനസ്സിലാണ്ടിരിക്കണം അല്ലേ? തീർന്നല്ലാന്ന് വിചാരിച്ചല്ലേ? തീർന്നാണല്ലോ വാടി. അന്ന് വിളിക്കാത്തല്ലാണ് ഇവിടുന്ന്. അതങ്ങനെ കണ്ടില്ലേ? ജിമ്മിലെ പയ്യന്മാർ അറിഞ്ഞോണ്ട് അറിയാൻ പറ്റും. ജിമ്മിലെ പയ്യന്മാര് വർക്കായിരുന്നു, ഇന്നും അവന്മാരെ വർക്കാണ്. അതുകൊണ്ട് സീനില്ല. തീർന്നാലും അവന്മാർ 2 പീസ് ബാക്കി. എന്നാ പിന്നെ അടുത്ത പോലെ ആവട്ടെ. നമ്മൾ ഇന്ന് ഞായറാഴ്ച പോകണം. വിളിച്ച എപ്പോ ഞാൻ എത്തിയല്ലോ കേട്ടോ. ഇതാണ് നമുക്ക് വാസിന് അവസരം. അതാ ലീക്ക് ഉണ്ടാക്കി കുറച്ചുകൂടെ ആയിക്കോട്ടെ. ഇതിപ്പോ ഓവറായിട്ട് ആക്കിയാലേ സംഭവം ഒടിയാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇളക്കിയിട്ട് ബെൻഡ് ചെയ്തിട്ട് സംഭവം ഒട്ടിക്കാം. ഇതൊക്കെ നമ്മക്ക് എന്തിനു
പുറത്ത് വരെ അവന്റെ കാറ് കയറണമെങ്കിൽ അമ്പലമാണ് കളിയാ. ചെരുപ്പൊക്കെ കണ്ട് തുടച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. അല്ലേ പോട്ടാ, സ്നേഹം മാത്രം. സ്നേഹം മാത്രം.